ഒരു ബ്ലൂബെറി ഐസ്ക്രീം വരച്ചാലോ? കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും റിയലിസ്റ്റിക് ആയിട്ടുള്ളത് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്ത് നോക്കാൻ പോണത്. ഞാനും ഇതേപോലെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ പഠിച്ചത്. അങ്ങനെ ആദ്യമായിട്ട് റിയലിസ്റ്റിക് പിക്ചർ വരയ്ക്കാൻ പോണതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാൻ. ചിലതൊക്കെ കുറേ ടൈം എടുക്കാറുണ്ട്, അതിൻ്റെയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ, പകുതി കംപ്ലീറ്റ് ആവാത്തതേ. ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ഐസ്ക്രീമിൻ്റെ പിക്ചർ കാണുന്നത്. അങ്ങനെ വരയ്ക്കണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അനിയൻ വന്നിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ഇതാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാൽ ഒന്ന് കമൻറ്റ് ചെയ്തോട്ടാ. ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നും വന്നിട്ടില്ല, പക്ഷെ കുറച്ചൊക്കെ ശരിയായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ മറിച്ച് നമ്മുടെ പേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഔട്ട്ലൈൻ എടുക്കാം കേട്ടോ. നമ്മൾ ഔട്ട്ലൈനൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് വേണം കേട്ടോ വരച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ഔട്ട്ലൈൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ ലൈറ്റ് ബ്ലൂ കളർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ ഡാർക്കാക്കി വരും കേട്ടോ. ഇതുപോലുള്ള പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര രസമാട്ടോ. അത് നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ അത്ര ഡിഫിക്കൽട്ടൊന്നും അല്ല കേട്ടോ. നമ്മൾ ട്രൈ ചെയ്തത് നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണല്ലോ ചെയ്യണത്, അപ്പോൾ ഇത് ശരിയാവില്ലയോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ചെയ്തു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. ഭയങ്കര ഭംഗിയാണ് അതിനെ കാണാൻ. നല്ല നീല കളർ വാലൊക്കെ ആയിട്ടുള്ള ഒരു തത്തമ്മയാണ് കേട്ടോ. അങ്ങനെ ലൈറ്റ് ബ്ലൂ കളർ ഇതാ ഇവിടെ ഡാർക്ക് കളറായി മാറിയിട്ടുണ്ട്. വേറൊന്നല്ല, കുറച്ച് ബ്ലാക്ക് കളറ് ആഡ് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ നമ്മുടെ റിയലിസ്റ്റിക് ബ്ലൂബെറിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി നിങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്ത കാര്യത്തേക്ക് കിടക്കാം. ചേച്ചിനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നാണ് കേട്ടോ അവൻ പറഞ്ഞത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.